ശബരിമല വിഷയം തെല്ലുപോലും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. UDF വർഗീയ ശക്തികളുമായി തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മത്സരം കാഴ്ചവെച്ചത്. LDF തോൽവിയുടെ രുചി അറിഞ്ഞതോടുകൂടി തന്നെ ആ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്തപ്പുകയാണ്. കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ശക്തികളോട് യോജിച്ചാണ് UDF മത്സരിച്ചതെന്നും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ BJPയെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. കേരളത്തിൽ UDF തരംഗം വന്നതോടുകൂടി തന്നെ ഇത് സഹിക്കാൻ കഴിയാത്ത ഇടത് നേതാക്കളാകട്ടെ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. BJPയാണ് ഏറ്റവും കൂടുതൽ വർഗീയവാദം പറയുന്നതെന്ന ആക്ഷേപം നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് പിന്നെ എന്താണ്, അല്ലെങ്കിൽ ഇതിനെ ഏത് ഗണത്തിലേക്ക് എടുത്തു മാറ്റാൻ കഴിയുമെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഇതിപ്പോൾ കേരളം ചുമപ്പണിഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾക്ക് നഷ്ടമായ വോട്ടിന്റെ കണക്കുകൾ മാത്രമാകാൻ പറയാൻ കഴിയുക. എന്നാൽ ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമോ എന്നും ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ തോൽവി മറയ്ക്കാനായിട്ട് ഗോവിന്ദൻ മാഷാകട്ടെ ഇത്തരം ഓരോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് സ്വയം മറ്റുള്ളവരെ പഴിചാരുകയാണ് ഉണ്ടായിരിക്കുന്നത്. BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ കോൺഗ്രസുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് BJPയെയോ BJPയുമായി ചേർന്ന് കോൺഗ്രസിനെയോ എതിർക്കാൻ നിലപാട് സ്വീകരിക്കില്ല എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. LDFന്റെ ജനകീയ അടിത്തറയിൽ കാര്യമായ മാറ്റമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വർഗീയ ശക്തികളുമായി നീക്കുപോക്ക് ഉണ്ടാക്കിയാണ് UDF മത്സരിക്കുന്നതെന്നും LDFനെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDFനും തിരിച്ച് UDF ആകട്ടെ വോട്ടുകൾ BJPക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ശക്തികളോട് യോജിച്ചാണ് UDF മത്സരിച്ചത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ BJPയെയും സഹായിച്ചിട്ടുണ്ട് എന്നും ശബരിമല വിഷയമാകട്ടെ തിരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. ശബരിമലയുമായി ബന്ധപ്പെട്ട ആ പ്രദേശമായ പന്തളം മുനിസിപ്പാലിറ്റിയിൽ LDF ആണ് വിജയിച്ചത്. കുളനട, ചെറുകോൽ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ അവിടെ BJPയിൽ നിന്ന് തിരിച്ചു പിടിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കാനായി എന്നതൊഴിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായ വലിയൊരു മുന്നേറ്റം തന്നെയാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നതാണ് BJP കോണുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന മറ്റൊരു കാര്യം. സംസ്ഥാന സർക്കാർ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നതും വിശദമായി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളും ചിത്രങ്ങളും മനസ്സിലാക്കി, അതായത് അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായി തന്നെ ഇടപെട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പാർട്ടി ശ്രമിക്കുന്നതെന്നും പറയുന്നു. തിരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചടി സംബന്ധിച്ചുകൊണ്ട് വിശദമായ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2010 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള ആ ഒരു തിരഞ്ഞെടുപ്പിൽ 6 ജില്ലാ പഞ്ചായത്ത് സ്ഥാനങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. എന്തിനധികം പറയുന്നു, കൊല്ലം അത് LDFന്റെ കോട്ട അല്ലെങ്കിൽ CPM കോട്ട എന്ന് അടിയുറച്ചവർ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന കൊല്ലം കോർപ്പറേഷൻ പോലും അവരുടെ കൈവിട്ടു പോവുകയാണ് ഉണ്ടായത്. അതായത് 2019 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 6 ജില്ലാ പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ മാത്രമാണ് തങ്ങൾക്ക് വിജയിക്കാനായത്. എന്നാൽ ഇപ്പോൾ ആകട്ടെ അത് 7ആയി വർദ്ധിച്ചിട്ടുണ്ടെന്നും 2010 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 59 ഇടത്താണ് LDFന് വിജയിക്കാനായത്. ഇപ്പോഴത് 77ആയി തന്നെ മാറിയിട്ടുണ്ട്. 2010 ഗ്രാമപഞ്ചായത്തിൽ LDFന് 360 എണ്ണത്തിലാണ് വിജയമുണ്ടായതും 343 എണ്ണത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും 70 എണ്ണത്തിൽ തുല്യത കൂടി കണക്കിലെടുത്താൽ അക്കാലവുമായി താരതമ്യം ചെയ്യാൻ വലിയ ഒരു തിരിച്ചടി ഏറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും സംഘടനാ തലത്തിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുമെന്നും അത് പരിശോധനാ വിധേയമാക്കുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളെ തെല്ലുപോലും ശബരിമല വിഷയം ഏശിയിട്ടില്ല എന്നതാണ് ഇതിലൂടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമായി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.